Watch full episodes on Jio Hotstar. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വേദ സിറ്റിയിലെ പ്രശസ്തനായ ഒരു ഗുണ്ട സാന്റോയെ പോലീസ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു. എവിടെ എന്റെ ഗാഡ്ജറ്റ് എടുത്തോണ്ട് വരൂ. ഇന്നാണ് ഗാഡ്ജറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നത്. എന്റെ അനിയൻ സാന്റോയെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ ഇനി ആരുടെയും തടസ്സമുണ്ടാവില്ല. ബസുന്തവേല, ഈ ജോലി നീ ചെയ്യണം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നീ ഈ ഗാഡ്ജറ്റ് കൊണ്ടുപോയി ശിവയുടെ സൈക്കിളിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. ഈ ഗാഡ്ജറ്റ് ഒട്ടിപ്പിടിച്ച ശേഷം അത് തനിയെ മറഞ്ഞു പോകും. ആരുടെയും കണ്ണിൽ കാണാനും സാധിക്കില്ല. ഈ ചിപ്പ് സൈക്കിളിലായ ശേഷം ശിവ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുവോ അവിടെ ചുറ്റുമുള്ള ബൈക്കുകൾ, കാറുകൾ എന്നുവേണ്ട പല വണ്ടികളും എല്ലാ കൺട്രോളും വിട്ട് ശിവയുടെ പുറകെ പോകും. അങ്ങനെ നഗരത്തിലുള്ള ആൾക്കാരൊക്കെ ദേഷ്യപ്പെട്ട് ശിവയെ നാട്ടി നോടിക്കും. എന്നിട്ട് ഞാൻ ലഡ്ഡു സിംഗുമായി ഒരു ഡീല് വെക്കും. അഥവാ ശിവയെ ഓടിക്കാതിരിക്കണമെങ്കിൽ എന്റെ അനിയൻ സാന്റോയെ പുറത്തിറക്കണം. അവൻ എന്താണ് ബോസേ, ഒരു കുട്ടീനെ പിടിക്കാനായിട്ട് എന്തൊക്കെ വേലത്തരങ്ങളാണ് ചെയ്യണേ എനിക്ക് മനസ്സിലായില്ല. ഈ ചെറുവിരലുകൊണ്ട് അച്ചാർ തോണ്ടിയെടുക്കുന്നതിന് പകരം എന്തിനാണ് സാറേ ഈ കയ്യ് മൊത്തോട്ട് അച്ചാർ വാരിയെടുക്കുന്നേ? സോറി ബോസേ. അതിരിക്കട്ടെ, നിനക്ക് അത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ പെട്ടെന്ന് ശിവയെ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരൂ. ശിവയെ എന്റെ കയ്യിൽ കെട്ടിയാൽ പെട്ടെന്ന് എന്റെ അനിയൻ സാന്റോയെ ജയിലിൽ നിറക്കാം. ദേ ഞാനിപ്പോ പുറപ്പെടാനാണ്. പോയത് ഞാൻ അവനെ ഉടനെ പിടിച്ചോണ്ട് വരും. വേണമെങ്കിൽ നോക്കിക്കോ. എന്നാ നമുക്ക് റേസ് തുടങ്ങാം. 1 2 3. എളുപ്പത്തില് ഞാൻ ഈ കുട്ടിയെ പിടിച്ചല്ല. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇത് കൊള്ളാലാ. കയറിട്ട് ചെക്കനെ കെട്ടിട്ടുണ്ട്, എന്നിട്ടും കൈ കൊണ്ട് അടിക്കണല്ല. എന്തോന്നാടാ വിളിച്ചു നോക്കണത്? ആ ചെറുക്കനെ കയറിട്ട് മുറുക്ക. നിങ്ങൾ മനഃപൂർവ്വം എന്നെ കയറിട്ട് മുറുക്കാണ്. ഇനി ഈ കയറ് നിങ്ങൾ തന്നെ വന്ന് അഴിച്ചു വിടണം. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. മതിയാക്ക് ശിവ, ഞാൻ കയറയച്ചേക്കാം. ഞാൻ നിന്നോട് സോറി പറയുന്നേ. ബോസേ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ഞങ്ങള് പോവാ. വരൂ, നമുക്ക് സ്ഥലം വിടാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. നിന്റെ കയറ് ഞാൻ അഴിച്ചു വിട്ട്. ഇനി എനിക്ക് പോകാല. എനിക്ക് അവരെ സഹായിക്കാൻ പോണം. എനിക്ക് പണിയുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് വീണ്ടും കാണാട്ടാ. എന്നാ പോകാം. എന്തിട്ടാണ് ഈ ചെയ്യണത്? ഒന്ന് പതുക്കെ ചെയ്യ്, വേദനിക്കണെന്ന്. എന്തിനാ ബോസെ ഇങ്ങനെ കളിയാക്കി ചിരിക്കണത്? എന്റെ അമ്മോ, ശിവയുടെ അടി കൊണ്ട് എന്റെ എല്ലൊക്കെ പൊടിഞ്ഞു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെല്ല്, ഇനിയെങ്കിലും ഈ ചിപ്പ് കൊണ്ടുപോയി അവന്റെ സൈക്കിളിൽ വെക്കാൻ നോക്ക്. ഈ ചിപ്പ് അവന്റെ സൈക്കിളിൽ പിടിപ്പിച്ച ശേഷം അവൻ എവിടെ പോയാലും ശരി, അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ ഇരുന്ന് ടിവിയിലൂടെ കാണാൻ സാധിക്കും. ആ ഗാഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഞാൻ ഇവിടുന്ന് പ്രസ് ചെയ്യും. ശിവയ്ക്ക് ചുറ്റുമുള്ള വാഹനങ്ങളെല്ലാം അവ ശിവയുടെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. ആർക്കും ഒന്നും ചെയ്യാനാവില്ല, കാരണം അവർക്ക് ശരിക്കും കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. ചെല്ല്,
ഇനിയും ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല. ഞാൻ പോകാം. ആദ്യം ഈ മരുന്നൊന്നും ദേ നായ വന്ന് ഓടിക്കോ. എന്ത് പറ്റി ഡോഗി? ആരെവിടെ വന്നത്? ആരും കാണുന്നില്ലല്ലോ. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. ഇനിയാണ് മോനെ ഇവിടെ കളി ആരംഭിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് സ്വാമി അങ്കിൾ. ഗുഡ് മോർണിംഗ് ശിവ. ഗുഡ് മോർണിംഗ് തേജാനി അങ്കിൾ. ഗുഡ് മോർണിംഗ് ശിവോ. പറയൂ ലേഡി സിംഗ് സർ. ശിവ, നീ പെട്ടെന്ന് വേദാന്ത നാഷണൽ ബാങ്കിലേക്ക് വാ. അവിടെ മോഷണം നടന്നിട്ടുണ്ട്. വേഗം വാ. ലഡു സിംഗ് സർ, ഞാൻ ഉടനെ അവിടെ എത്തുന്നതായിരിക്കും. നോക്കൂ, എന്റെ കാറ് അങ്ങോട്ട് പോണു. എന്റെ കാറ് ഇതെന്താണ് ഇങ്ങനെ പോണത്? എന്തു പറ്റി എന്റെ കാറിന്? ഇത് സ്വയം അങ്ങോട്ട് പോണയാണല്ലോ. നോക്കൂ, എന്റെ കാറ് തന്നെ ഓടിപ്പോണുണ്ട്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയാണോ വണ്ടന്മാരെ കാർ ഓടിക്കുന്നത്? കണ്ണ് കണ്ടൂടെ? എന്താ ഇത്? എത്ര അധികം കാറുകൾ എന്താ എന്റെ കൂടെ തന്നെ വരുന്നത്? ശിവ, എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കാറൊക്കെ നിന്റെ പുറകെ വന്നോണ്ടിരിക്കണു. ഞങ്ങളല്ല കാർ ഓടിക്കുന്നത്, കാർ തന്നെ വരികയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഇത് അയാൾ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. നോക്കാം. ശിവ വരുന്നുണ്ട്. ഇനി കാണാം മോനെ രസം. എന്ത് ചെയ്യും? കാറ് മുകളിലോട്ട് പോകുന്നു. ഇതെന്താ ഈ സംഭവിക്കുന്നത്? കാറുകൾ പറന്നു വരികയാണല്ലോ. ശിവ, ഇനി നിനക്ക് രക്ഷയില്ല മോനെ. നീ എന്റെ അനുജനെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ? ഇവിടെയുള്ളവരൊക്കെ ഇനി നിന്നെ പറഞ്ഞയച്ചോളും. അതും ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കും നിന്നെ. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? നോക്കൂ ശിവ, നിന്റെ സൈക്കിളിലാണെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ പറക്കുമ്പോ ഞങ്ങളുടെ കാറും കൂടെ പറക്കണ്. നിന്റെ സൈക്കിൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഞങ്ങളുടെ കാറുകളും വന്നോണ്ടിരിക്കുക ശിവ. അങ്കിൾ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ കള്ളനെ പിടിക്കാൻ പുറകെ പോവായിരുന്നു. വിളഞ്ഞ സാധന കുട്ടി നീ. എന്താ അങ്കിൾ, വീണ്ടും അടി വാങ്ങിക്കാൻ വന്നതാണോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേന്ന് പറ. കക്കാനും സമ്മതിക്കുന്നില്ല, നിന്നെ കടത്തിക്കൊണ്ടു പോകാനും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് പറ. എനിക്ക് ഈ നാട്ടിൽ താമസിക്കണമെന്ന് ഒരാഗ്രഹമില്ല. ഞാൻ പോണേണ്. പറ്റില്ല അങ്കിൾ, ഇനി അങ്കിളിന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ആദ്യം ചെയ്യുന്ന തെറ്റ് അറിയാതെ ചെയ്യുന്ന തെറ്റാണ്. രണ്ടാമത് ചെയ്യുന്നതും തെറ്റാണ്. പക്ഷെ മൂന്നാമത് ചെയ്യുന്ന തെറ്റ് അത് ക്രൈമാണ്. ഇപ്പൊ നിങ്ങൾ ശരിക്കും ക്രിമിനൽ ആണ്. ഇനി നിങ്ങൾ പോകേണ്ട സ്ഥലം ഏതാണെന്നറിയാമോ? ജയിൽ. ശിവ, ഇതിന് സമാധാനം പറയേ. ഞങ്ങളുടെ കാർ മുഴുവനും തകർന്നു, എല്ലാം തരിപ്പിടമായി. ഞങ്ങളുടെ കാർ എന്റെ പുതിയ കാറായിരുന്നു, മൊത്തം പോയി. നോക്കൂ ശിവ, ഇങ്ങനെ ആയാലും ശരിയാവില്ല കേട്ടോ. ഇത്രയും പേര് നിന്നെ
എങ്ങനെ ഫോളോ ചെയ്ത് വരുമെന്ന് നീ തന്നെ പറയൂ ശിവ, പറയൂ. അതെ അതെ, ഇങ്ങനെയൊന്നും ആയാലും ഒട്ടും ശരിയാവത്തില്ല. നമ്മളെ ഇത് തന്നെ നല്ല കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. നിങ്ങൾ എല്ലാരോടും സോറി പറയുന്നു. എന്നാൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് സത്യമായിട്ടും എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ ദയവേത് എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ തന്നെ എല്ലാം ശരിയാക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.